The country has unanimously and clearly stated, we do not want Mr. Narendra Modi and Mr. Amit Shah to be involved in the running of this country. We do not like the way they have run this country. We do not appreciate the way they have attacked the constitution. We do not appreciate the way they have run this country for the last 10 years. So that is a huge message to Mr. Narendra Modi. मगर हिंदुस्तान के सबसे गरीब लोग, सबसे कमजोर लोग खड़े हो गए और उन्होंने इस कॉन्स्टिट्यूशन को बचाया. നമസ്കാരം. ഇന്ത്യൻ ജനത മഹത്തായ വിധിയെഴുത്ത് നടത്തിയിരിക്കുന്നു. മഹാമേരുവായും വിശ്വഗുരുവായും മാറാനിരുന്ന മോദിയെ പിഴുതെറിഞ്ഞിരിക്കുന്നു. രാമക്ഷേത്രം നിർമ്മിച്ചിടത്ത് BJP തോറ്റമ്പിയിരിക്കുന്നു. ആരുടെ രാമനാണ് വിജയിച്ചത് മോദിജി എന്ന ഇന്ത്യൻ വോട്ടറുടെ ചോദ്യം കൂരമ്പ് പോലെ ചെന്ന് തറയ്ക്കുന്നു. രാഹുൽ പറഞ്ഞതുപോലെ UP-യിലെ ജനതയ്ക്ക് നന്ദി. വോട്ടറുടെ കൈയുടെ ചൂടറിഞ്ഞ ഭരണാധികാരികൾക്ക് ഇനി എന്താണ് പോംവഴി? BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. NDA കഷ്ടിച്ച് കടന്നുകൂടിയിരിക്കുന്നു. പക്ഷേ ആ കോട്ടയിൽ വിള്ളൽ വീഴുമോ? ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമോ? രാജ്യം അടുത്ത കാലത്തെങ്ങും കാണാത്തത്ര മുഴക്കമുള്ള സസ്പെൻസ് നിറയുന്നു. മോദി എന്ത് കളിക്കും മുതിരാം? അത്തരം കരുനീക്കങ്ങളുടെ കളിക്കളമാകാൻ പോകുകയാണോ നാളത്തെ ദിനം? എന്ത് സംഭവിക്കാം എന്ന ഉദ്വേഗം നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ വോട്ടർ നൽകിയ ചുവരെഴുത്ത് മോദിക്ക് എതിരല്ലേ? ആ ചുവരെഴുത്ത് ആരെല്ലാം വായിക്കും? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. മോദിക്കുള്ള യാത്രയയപ്പോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP-യിൽ നിന്ന് PK കൃഷ്ണദാസ്, CPM-ൽ നിന്നും ജോൺ ബ്രിട്ടാസ് MP, കോൺഗ്രസിൽ നിന്ന് അബിൻ വർക്കി, തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഡോക്ടർ G ഗോപകുമാർ എന്നിവർ തത്സമയം എൻകൗണ്ടറിൽ അതിഥികളായി ചേരുന്നു. ആദ്യം ശ്രീ PK കൃഷ്ണദാസ്, മോദി ഇനി പ്രധാനമന്ത്രിയായി മൂന്നാമതും എത്തുന്നത് ധാർമ്മികമായി അദ്ദേഹത്തിന് മനസാക്ഷിയുണ്ടെങ്കിൽ ആ മനസാക്ഷിക്ക് നിരക്കുന്ന ഒന്നാകുമോ? സത്യത്തിൽ നമ്മൾ ശ്രീ വേണു ഇന്ന് നമ്മുടെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ ചർച്ച ചെയ്യപ്പെടണം സ്വാഭാവികമായിട്ടും. പക്ഷേ ഞാനും വേണു ഒക്കെ തന്നെ കേരളത്തിൽ നിന്നാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് എന്നിട്ടായിക്കൂടെ നമ്മുടെ ദേശീയ തലത്തിലേക്കുള്ള ചർച്ച, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ചർച്ച? എനിക്ക് ദേശീയ തലത്തിൽ വന്നിട്ടുള്ള റിസൾട്ടിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് ചർച്ച അങ്ങയുടെ പ്രതികരണത്തെയും നിർദ്ദേശത്തെയും ബഹുമാനത്തോടെ കാണുന്നു. പക്ഷേ ഈ രൂപത്തിൽ ഈ ചർച്ച മുന്നോട്ട് പോകട്ടെ. കേരളവും ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. അങ്ങ് അതുമായി ബന്ധിപ്പിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഉറപ്പായും കേരളത്തിലേക്കും വന്നുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മോദി ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം പ്രതീക്ഷിച്ചത്ര സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നമുക്ക് വേണ്ടത്ര സീറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതി ആദ്യം ക്ഷണിക്കേണ്ടതും അതനുസരിച്ച് സ്വാഭാവികമായിട്ടും കേവല ഭൂരിപക്ഷം ലഭിച്ച മുന്നണി എന്നുള്ള നിലയിൽ ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും അധികാരത്തിൽ വരും. ഇന്നിപ്പോൾ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അങ്ങേക്ക് നന്നായി രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ അന്തരാർത്ഥം മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണ്. ഖാർഗെ പറയുന്നു മോദിക്കെതിരാണ് ഈ വിധി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? NDA-യിൽ ഉള്ളവരും NDA-യോട് പുറത്തു നിന്ന് ചേർന്ന് നിൽക്കുന്നവരോടും പറയുകയാണ്, നിങ്ങൾ മോദിക്കൊപ്പം ഇനി പോകരുത്, മോദിക്കെതിരാണ് ഈ ജനവിധി. ആ സന്ദേശം വ്യക്തമല്ലേ ആ വാക്കുകളിൽ നിന്ന്? രണ്ടാമത്തെ വാചകം, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ സന്നദ്ധമാണ് എന്ന് വെച്ചാൽ നാളെ മുതൽ അവിടെ പ്രതിപക്ഷത്ത് പോയി ഇരിക്കുമെന്നല്ല ഖാർഗെയുടെ വാക്കുകളുടെ രാഷ്ട്രീയ ധ്വനി. കോൺഗ്രസ് അമിതമായ ഒരു അവകാശവാദവും ഇതിൻ്റെ നായകസ്ഥാനവും ഒന്നും നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വാതിൽ തുറന്നിരിക്കുകയാണ്. ഈ രണ്ട് വാചകങ്ങൾക്കും ഇന്നത്തെ ജനവിധിയുടെ പശ്ചാത്തലത്തിലുള്ളത് ആ വാച്യാർത്ഥമല്ല,
വേണു, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളും എന്ന് മാത്രമല്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം നാളെയോ മറ്റന്നാളോ ഡൽഹിയിൽ ചേരാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കരുതുന്നത് സാറേ, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ശക്തമായി ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റിയില്ല. ഇനി ഈ 272 കടക്കുക എന്നതിൽ പോലും BJPക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട രണ്ട് കക്ഷികൾ JDUവും TDPയുമാണ്. അവർ വന്നും പോയും നിന്ന ആളുകളാണെന്ന് അങ്ങേക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് NDAയുടെ ശക്തി, മോദിയുടെ ദൗർബല്യം എന്തായാലും ഇപ്പോൾ ജനങ്ങൾ അവരുടെ വോട്ടെടുപ്പിലൂടെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി NDAയുടെ ശക്തിയെപ്പറ്റി ഘോഷണം നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലല്ല വേണു, ഇനി നിങ്ങൾ ഇപ്പം എഴുതാപ്പുറം വായിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ JDUവും അതുപോലെ തന്നെ TDPയും ഞങ്ങൾ ഒരുമിച്ചാണ് മത്സരിച്ചത്. അവർ മറ്റൊരു നിലപാട് ഒരു സെക്കൻഡ് അതുകൊണ്ട് ഞാൻ മാത്രം അതിന് ശേഷമാണല്ലോ ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ. എന്തിനാ വേണു എഴുതാപ്പുറം വായിക്കുന്നത്? എഴുതാപ്പുറം കാലമെന്ന് പോലും ചോദിക്കുന്നില്ല, എത്ര നാളുകളായി? അല്ല, അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ഒടുവിലാണല്ലോ ഈ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ JDU നേതാവ് നിതീഷ് കുമാറും NDAയോടൊപ്പം ചേർന്നത്. അവർ മറ്റൊരു തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഈ പറയുന്ന നിതീഷും ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവും നിങ്ങളുമായി ചേർന്ന് മാത്രം നിൽക്കുമ്പോഴുള്ള രാഷ്ട്രീയ പ്രസക്തിയുള്ളവരല്ല. TDPയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു മുൻപും കിങ് മേക്കറായിട്ടുണ്ട്. ഒന്ന്. ഇനി ഈ പറയുന്ന നിതീഷ് കുമാർ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ ശില്പികളിൽ ഒരാളാണ്. ഒരു നിർണായക ഘട്ടത്തിൽ അപ്പുറത്തേക്ക് പോയി മറ്റൊരു നിർണായക ഘട്ടം വന്നാൽ ഇപ്പുറത്തേക്ക് വരാൻ ഒരു സങ്കോചവും ഇല്ലാത്തയാൾ. മാത്രമല്ല വേണു അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മമത ഞങ്ങളുടെ കൂടെയായിരുന്നു, DMK ഞങ്ങളുടെ കൂടെയായിരുന്നു, ഉദ്ധവ് താക്കറെ ഞങ്ങളുടെ കൂടെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തേക്കും വന്നുകൂടെ വേണു? അങ്ങനെ കരുതാനേ കഴിയില്ല. കോൺഗ്രസ്, തൃണമൂല്, DMK, SP ഇവരെല്ലാം ചേർന്നാണ് BJPയെ ഇടിച്ചു പൊളിച്ചൊരു മൂലക്കിട്ടിരിക്കുന്നത്. അല്ലല്ല, ഞങ്ങളും അവരെ ഇടിച്ചു പൊളിച്ച് മൂലക്കിരുത്തിയിട്ടുണ്ട്. മാത്രം അതുകൊണ്ട് വേണു പറയുന്നത് ഇടിച്ചു പൊളിച്ച് അങ്ങനെയല്ല. വേണു ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള ആളുകൾ അപ്പുറത്തേക്ക് പോകും, കാരണം നേരത്തെ ഞങ്ങളെ വിട്ടുപോയവരാണവർ എന്നതാണ് വാദമെങ്കിൽ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാണ്. ചേർത്ത് പിടിക്കാൻ നോക്കുകയാണ് TDPയെയും അതുപോലെ തന്നെ ഈ JDUവിനെയും. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഒഡീഷയിലെ ജനങ്ങളോട് നന്ദി പറയുന്നു. അത് പിന്നെ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. TDPയുടെ കാര്യത്തിലും ആന്ധ്രയുടെ കാര്യത്തിലും എന്തൊരു സ്നേഹമാണ്. 10 കൊല്ലമായി ഭരിക്കുകയാണല്ലോ. സ്പെഷ്യൽ സ്റ്റേറ്റസിന്റെ കാര്യം എന്തായി? ഇപ്പൊ പെട്ടെന്ന് എന്തുകൊണ്ടാണ് അതിൽ ഗാഠമായൊരു ഉറപ്പ് നൽകുന്നത്? വേണു, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക വേണു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷത്തിൽ അധികം സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യം മൂന്നാമതും അധികാരത്തിൽ വരും. ശ്രീമാൻ നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിന്റെ അല്ലല്ലോ, ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് മറ്റൊന്നുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ സ്വാധീനവും ശക്തിയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കാതെ ഞങ്ങൾ 100% സീറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡൽഹിയിലായാലും ഉത്തരാഖണ്ഡിലായാലും ഹിമാചൽ പ്രദേശിലായാലും മധ്യപ്രദേശിലായാലും ഞങ്ങൾ ഒറ്റ സീറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ നേടിയിട്ടുണ്ട്, വിജയം ആവർത്തിച്ചിട്ടുണ്ട്. തെലങ്കാനകൾ ഞങ്ങൾ 4-ൽ 8ആയി മാറ്റി ആ സീറ്റിന്റെ നില ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണുന്നില്ല. നിങ്ങളുടെ ഈ പറയുന്ന 370 400-നപ്പുറവും എന്നതൊക്കെ കടങ്കഥയായി പോയി എന്ന കാര്യത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഊന്നുന്നത് നാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അബിൻ വർക്കി, ഇപ്പോഴും NDA ഇൻടാക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. മോദിയുടെ ഏറ്റവും ഒടുവിലത്തെ ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണത്തിൽ നിന്ന് ചങ്കിടിപ്പ് വ്യക്തമാണ്. കാരണം ആന്ധ്രയോടും ഒഡീഷയോടുമൊക്കെ ഉള്ള സ്നേഹം, JDUവിനോടൊക്കെയുള്ള സ്നേഹം അതിലിങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ്. ഇൻടാക്റ്റ് ആണോ NDA? നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ ഏറ്റവും ശക്തമായൊരു വാചകമുണ്ട്, ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത്, കാസ്റ്റ് സെൻസസ് നടപ്പാക്കും, അതുപോലെ തന്നെ മഹാലക്ഷ്മി പദ്ധതി നടപ്പാക്കും. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇത് പറ്റില്ലല്ലോ.
അപ്പോ എന്ത് സൂചനയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്? എന്ത് സൂചനയാണ് മോദിക്കെതിരാണ് ഈ ജനവിധി എഴുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഖാർഗെ നൽകുന്നത്? എന്തായാലും ഇന്ത്യ മുന്നണിക്കുള്ള സൂചനയല്ലല്ലോ അത്. വേണു, ഏതായാലും ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നൽകിയ സൂചനകളൊന്നും പാഴ്വാക്കാകുന്നില്ല എന്നുള്ളത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് വളരെ വ്യക്തമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇന്ത്യ ബ്ലോക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാ ഫണ്ടുകളും പിടിച്ചു വയ്ക്കുന്നു, അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്യുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ EDയെയും CBIയെയും വെച്ച് റെയ്ഡ് ചെയ്ത് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ പലവിധമായിട്ടുള്ള കേസുകൾ ചാർത്തപ്പെടുന്നു. ഇനി അതും മാത്രമല്ല, ഞങ്ങളുടെ ബ്ലോക്കിൽപ്പെടുന്ന 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കുന്നു. പല ഘടകകക്ഷികളെയും അവരുടെ സ്വാധീന വലയത്തിൽ എത്തിക്കാൻ നോക്കുന്നു. പോരാഞ്ഞിട്ട് ദേശീയ മാധ്യമങ്ങൾ, ഏതൊരു തെരഞ്ഞെടുപ്പിൻ്റെയും ഒരു 2% നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നത് മാധ്യമങ്ങളാണ്. ദേശീയ മാധ്യമങ്ങൾ ഒന്നുപോലുമില്ലാതെ, ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇതുപോലെ RSSന് വേണ്ടി വിടുപണി ചെയ്യുന്ന ദേശീയ മാധ്യമങ്ങൾ ഒന്നുപോലുമില്ലാതെ എല്ലാവരും പ്രീ പോളിൽ അതാ മോദി വരാൻ പോകുന്നു, മോദിയുടെ വലിയ കാഹളനാദം മുഴങ്ങുന്നു, മോദി വേവ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതും മാത്രമല്ല, ഈ ദേശീയ മാധ്യമ നിരീക്ഷകരായ പ്രശാന്ത് കിഷോറിനെ പോലെ ഈ നാട്ടിലെ വലിയ സെഫോളജിസ്റ്റ് എന്ന് പറയുന്നവർ ഒരു കാരണവശാലും മോദി താഴെ പോവില്ല, മോദി ഗ്യാരണ്ടി, മോദി വേവ് ഈ രാജ്യത്തിലുണ്ട് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിൻ്റെ ഇടവേളകളിൽ കൃത്യമായി ദേശീയ മാധ്യമങ്ങളിൽ പ്രസൻസ് കൊടുക്കുന്നു. ഒരു കാരണവശാൽ ഇവർ രാഷ്ട്രീയ വിഷയങ്ങൾ, ദേശീയ മാധ്യമ വിഷയങ്ങൾ ആകേണ്ട വിഷയങ്ങൾ, ബ്രിജ് ഭൂഷന്റെ കേസ് ഒരു ദേശീയ മാധ്യമവും ചർച്ച ചെയ്തിട്ടില്ല, പ്രജ്വൽ രേവണ്ണയുടെ കേസ് ഒരു ദേശീയ മാധ്യമവും ചർച്ച ചെയ്തിട്ടില്ല, ഇലക്ട്രൽ ബോണ്ട് കേസ് ഈ നാട്ടിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അബിൻ വർക്കി, TDPയും JDUവും നാളെ എന്ത് തീരുമാനമെടുക്കും? നിങ്ങൾ അനൗപചാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. മമത പറയുന്നു നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകട്ടെ എന്ന്. 30-ലധികം സീറ്റുള്ള മമത, 12 സീറ്റുള്ള നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് പറയുന്നത് എന്ത് സന്ദേശമാണ്? മാത്രമല്ല, പവാർ അടക്കം കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ അതിനകത്തായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ അതിനകത്തായിട്ട് വരുന്നതിന് മുമ്പ് ശ്രീ വേണു, ഇപ്പം ഞാൻ കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം ആയിരുന്നില്ല ദേശീയ തലത്തിൽ ഞങ്ങളൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ. അപ്പോൾ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് ഒരു എക്സിറ്റ് പോളുകളെ പോലും ഇവിടെ കോർപ്പറേറ്റ് ഫ്രോഡുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുമ്പോൾ അതിനെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വിജയം നേടിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കിന് വില കൊടുത്തല്ലോ. ഈ രാഹുൽ ഗാന്ധിയുടെ വാക്കിന് നിങ്ങൾ എന്ന് മുതലാണ് വില കൊടുത്തു തുടങ്ങിയത്? ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളെ അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ഒരു വാക്ക് പറഞ്ഞാൽ അതിലെ ഏതെങ്കിലും ഭാഗം അടർത്തി മാറ്റിക്കൊണ്ട് കാലം ഇത്രയുമായി അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചവർ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് വില കൊടുത്ത് അദ്ദേഹം പറയുന്നതിലെ ഇന്നർ മീനിങ് അന്വേഷിച്ചു പോകുന്നുണ്ടല്ലോ, അത് തന്നെയാണ്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര മുതൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഈ രാജ്യം ഏറ്റെടുത്തു. മോദി എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വേവ് ഉണ്ടെന്നൊക്കെ ഇവിടെ ശ്രീ PK കൃഷ്ണദാസ് പറഞ്ഞല്ലോ. നരേന്ദ്രമോദിയുടെ വേവ് ഉണ്ടെങ്കിൽ വാരണാസിയിൽ ഇല്ലാത്ത ഒരു വേവ് ഈ രാജ്യത്തിന്റെ മറ്റേതും 5 ലക്ഷം ഭൂരിപക്ഷത്തിൽ നിന്ന് 3.5 ലക്ഷമാണ് കുറഞ്ഞിരിക്കുന്നത്. കഷ്ടി 1.5 ലക്ഷമാണ് ഭൂരിപക്ഷം. അതിൽ തന്നെ ഏതാണ്ട് 25 മിനിറ്റ് വെള്ളം കുടിച്ചു. പിറകിൽ കിടന്നു. പറഞ്ഞ കാര്യത്തിലേക്ക് അതെ, താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാനത് പറയാൻ കാരണം, ശ്രീ വേണു, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ഇത് പറഞ്ഞു തന്നെ പോകണം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി 1.5 ലക്ഷം വോട്ടിനാണ് ജയിക്കുന്നത്. ഇവർ രാഹുൽ ഗാന്ധിയെ പുച്ഛിച്ച് തള്ളിയിട്ട് രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ ഭൂരിപക്ഷവും വയനാട്ടിലെ ഭൂരിപക്ഷവും തമ്മിൽ മത്സരമായിരുന്നു. അതും മാത്രമല്ല, അമേത്തിയിൽ PAനെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് സ്മൃതി ഇറാനി എന്ന് പറയുന്ന വ്യക്തിയെ 1.5 ലക്ഷം വോട്ടിനാണ് അവർ ഇകഴ്ത്തി കാണിച്ച് ആ സ്ഥാനാർത്ഥി തോൽപ്പിച്ചത്. എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തൊരു വേവില്ലായിരുന്നു. മോദി ഗ്യാരണ്ടി ജനം തള്ളിക്കളഞ്ഞു. വാരണാസിയിൽ പോലും അത് ഏറ്റെടുക്കാനാവാത്ത രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് യാതൊരു ധാർമ്മികതയുമില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ നിതീഷ് കുമാറാണ് ഇന്ത്യ മുന്നണി തുടങ്ങുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥാപകനായിരുന്നു. നമ്മളെപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നിനെയും നമ്മൾ സ്ഥിരമാക്കി കാണുന്നില്ല. രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി തുടങ്ങിയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഭരിക്കാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ നിതീഷ് കുമാർ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇത് കാണുന്നത് BJPയുടെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. നരേന്ദ്രമോദി അവിടെ BJP പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരി, മോദി സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം കേൾക്കാനായിട്ട് അപ്പോഴേക്ക് പോകാം. അബിൻ, തുടർന്നോളൂ. അതായത് TDPയും ശ്രീ ചന്ദ്രബാബു നായിഡുവും ശ്രീ നിതീഷ് കുമാറും അവർ ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയുള്ളവരല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് BJP ഇതര
ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നവർ, ആശയവ്യത്യാസമുണ്ടായവർ, അവരെ ചേർത്ത് വെച്ചാണ് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ശ്രീ നിതീഷ് കുമാറോ TDP ഒന്നും ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മ ഉള്ളവരല്ല. പക്ഷേ അവരെ ചേർക്കണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നാളെ കൂടുന്ന ഇന്ത്യ ബ്ലോക്കാണ് തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങളൊരു ഗവൺമെൻറ് രൂപീകരിക്കണോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് ശക്തമായ പ്രതിപക്ഷമായി മാറണമോ എന്നുള്ളത് ഇന്ത്യ ബ്ലോക്ക് നാളെ യോഗം കൂടി. പക്ഷേ അതൊക്കെ സാധ്യതകൾ അനുകൂലമാകുമ്പോൾ സാധ്യതകൾ നഷ്ടപ്പെട്ടു എന്ന് പിന്നീട് വേദനിപ്പിക്കുന്ന അത്രയും വലിയ കാലാവധിയായി പോകുമോ? കാരണം ഇപ്പോൾ നേരത്തെ PK കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇപ്പോൾ BJP ആണ്. ഏറ്റവും കേവല ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന സഖ്യവും അവരാണ്. നാളിതുവരെ കൂട്ടുകക്ഷി സർക്കാരുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് മാനദണ്ഡമായിട്ടുള്ള 2 ഘടകങ്ങളും BJPക്കും NDAയ്ക്കും അനുകൂലമാണ്. അതായത് ശ്രീ വേണു, ഫ്ലോറിൽ ആർക്കാണ് ഭൂരിപക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് ആത്യന്തികമായി ഇവിടെ തീരുമാനിക്കുന്നത്. അത് ശരി. ശ്രീ PK കൃഷ്ണദാസും BJP ഒക്കെ പഴയ ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പോർത്തിട്ടായിരിക്കും EDയും CBI ഒക്കെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാം കൂടി ഭരിക്കാമെന്നുള്ള ആ പഴയ തഴമ്പും പഴയ ഓർമ്മകൾ വെച്ചിട്ടായിരിക്കും ഞങ്ങളുടെ കൂടെ ആളുകൾ വരും, ഞങ്ങൾ ഇതെല്ലാം കൂടെ കമത്തി പിടിക്കുമെന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ല സർ. നരേന്ദ്രമോദി പണ്ട് നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി ഈ നാട്ടിലെ ഘടകകക്ഷികളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാല് പിടിക്കുന്ന അവസ്ഥയായിരുന്നുവെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിക്ക് ഒറീസയിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒക്കെ പോയി ഘടകകക്ഷി നേതാക്കന്മാരുടെ കാലി വീണ് ഞങ്ങൾക്കൊന്ന് പിന്തുണ നൽകണം എന്ന് പറയേണ്ട ഗതികേടിലാണ് ഇന്ന് നിങ്ങളുടെ അതിശക്തനായ ഡബിൾ എഞ്ചിനായ 56 ഇഞ്ച് പ്രധാനമന്ത്രി ഉള്ളത് എന്നുള്ളത് വസ്തുതാപരമായി ഈ 4-ാം തീയതി വൈകിട്ട് 8 മണിക്ക് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ വീരവാദങ്ങളൊക്കെ മുടക്കാൻ. പണ്ട് ആനപ്പുറത്തിരുന്ന തഴമ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ഇന്ന് ആനപ്പുറത്തുള്ള തഴമ്പ് കൊണ്ടൊന്നും മതിയാവില്ല ഈ സർക്കാർ രൂപീകരിക്കാൻ എന്നുള്ളത് ശ്രീ നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആ ട്വീറ്റ് ഇട്ടതിലെ ആത്മരോധനവും ആത്മഗദ്ഗതവും ഒക്കെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ശ്രീ PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള BJPക്കാരൊക്കെ 400 സീറ്റുമായി കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കി രാഹുൽ ഗാന്ധിയെ വീട്ടിൽ വിടാൻ വേണ്ടി രാഹുൽ ഗാന്ധി പണ്ടങ്ങും എടുത്ത് ടിക്കറ്റ് എടുത്ത് BJP സൈബർ സെല്ലുകൾ മുഴുവൻ ഇവിടെ വാഴ്ത്തിപ്പാടിയപ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭാരത് ജോഡോ യാത്രയിലൂടെ SP-യുടെ പാർട്ടി നിങ്ങളുടെ തട്ടകമായ ഉത്തർപ്രദേശ് അയോധ്യ ഇരിക്കുന്ന ഉത്തർപ്രദേശിൽ പോലും വിജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനത എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുക. ഒരൊറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക. ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിങ്ങൾ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു പോകണം ശ്രീ വേണു. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടം അത് സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു. അദ്ദേഹം ഈ രാജ്യത്ത് ഈ ഭരണകൂടത്തിനെതിരെ നടത്തിയ ആ പോരാട്ടത്തെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന വലിയ ടീം ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെയൊക്കെ നമ്മൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ KC വേണുഗോപാലിനെയൊക്കെ എത്രമാത്രം ഇകഴ്ത്തി കാണിച്ചു, കളിയാക്കി എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീം. ശരി അബിൻ, ഞാൻ അങ്ങേലേക്ക് വരാം. ശരി, അതിന്റെ നേട്ടങ്ങൾ ആർക്കൊക്കെ, അതിനുവേണ്ടി ആരൊക്കെ പ്രയത്നിച്ചു എന്നത് നിങ്ങളുടെ മാത്രം ആലോചനകളാണ്, നിങ്ങൾക്കത് പ്രതികരിക്കുകയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശകലനമാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, നാളെ എന്ത് സംഭവിക്കും? ഇന്ത്യ സഖ്യത്തിന് ഭരിക്കാൻ കഴിയുമോ? 2024 ആരാണ് ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത്? ഞാൻ ഈ ചർച്ച സഗോദരം ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ മോഡി എന്നുള്ള നേതാവിന് പ്രസക്തിയുള്ളൂ. ആബ്സലൂട്ട് മജോറിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മോഡി എന്നുള്ള നേതാവ് അപ്രസക്തമാകും. അദ്ദേഹത്തെ പോലുള്ള ഒരു ഏകാധിപതിയുടെ സ്വഭാവമുള്ളൊരു വ്യക്തിക്ക് ഒരു കൂട്ടുകക്ഷി സർക്കാരുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. എത്രത്തോളം അഭിനയിക്കാൻ ശ്രമിച്ചാൽ പോലും അതിന് കഴിയില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇപ്പം JDUവും TDP ഘടകകക്ഷികൾ ഊന്നുവടികളായി നിൽക്കുക. ഈ 2 ഘടകകക്ഷികളുടെ ഊന്നുവടികൾ BJPയിലാണെങ്കിൽ പോലും ഈ 2 പാർട്ടികളുടെ ഹൃദയങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തോടൊപ്പമാണ്. BJPയുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വിഷയവും ഈ 2 കക്ഷികൾക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സുവ്യക്തമായ കാര്യം. മതനിരപേക്ഷതയുടെ കാര്യം. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് ശ്രീ ജോൺ ബ്രിട്ടാസ്, ശബ്ദം ഇടയ്ക്കിടയ്ക്ക് മുറിയുന്നു. ആ സാങ്കേതിക പ്രശ്നം വേഗം പരിഹരിച്ച് അങ്ങയിലേക്ക് വരാം. അങ്ങ് ദയവായി ഒന്ന് സഹകരിക്കുക. ഡോക്ടർ G. ഗോപകുമാർ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഴുവൻ തച്ചു തകർക്കുന്ന വിധത്തിലായിരുന്നു ജനവിധി. പ്രദീപ് ഗുപ്ത വാവിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യ ടുഡേയുടെ ഫ്ലോറിലിരുന്ന്. ആ കണ്ണീർ കൊണ്ട് തീരുന്നതാണോ ഈ പറയുന്ന ഇത്ര വലിയ പിഴവ്? മാത്രവുമല്ല, ഈ എക്സിറ്റ് പോൾ ഏജൻസികളുടെ മുഴുവൻ ആധികാരികത ഏതെങ്കിലും തരത്തിൽ അവരുടെ ഈ ജനവിധി അറിയുന്നതിനകത്തുള്ള
ഏതെങ്കിലും നോട്ടക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം പിശകുകളാണോ? അതിനപ്പുറം മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം, അതിന് വിധേയപ്പെടൽ, പണമൊഴുക്കൽ, ഇതെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എക്സിറ്റ് പോളുകൾ മാധ്യമ സിൻഡിക്കേറ്റുകൾ നടത്തുന്നതിൻ്റെ പിറകിൽ രാഷ്ട്രീയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏകകണ്ഠമായിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ അഭിപ്രായത്തിന് ഘടകവിരുദ്ധമായ ഒരു വലിയ പരിധിവരെ ഘടകവിരുദ്ധമായൊരു മാൻഡേറ്റാണ് യഥാർത്ഥ പോളിൽ ജനങ്ങൾ നൽകിയത്. അപ്പോൾ എക്സിറ്റ് പോൾ എന്നുള്ളതിന് ശാസ്ത്രീയത ഉള്ള ഭാഗങ്ങളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവുകയും എല്ലാ പോളുകളും ഒരുപോലെ പറഞ്ഞ് പോളുകളുടെ ശരാശരി എടുത്തതിന് ശേഷം ഇത്തരമൊരു പ്രൊജക്ഷൻ നൽകിയുമ്പോൾ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ് തീർച്ചയായിട്ടും ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ് തന്നെ ജനങ്ങൾ മുന്നണിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും വ്യക്തമാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ എക്സിറ്റ് പോളുകൾ വാസ്തവത്തിൽ വലിയ പരിധിവരെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് പറയാൻ നമ്മൾ തീർച്ചയായിട്ടും മാധ്യമ സിൻഡിക്കേറ്റുകളെ ഇക്കാര്യത്തിൽ ശരിക്കും വിമർശിക്കേണ്ടതാണ്. കാരണം അവരുടേതായ കമേഴ്ഷ്യലൈസേഷൻ, ഞാനിതിനെ പറയും, ഈ രാഷ്ട്രീയ പ്രക്രിയയെ എത്രത്തോളം വാണിജ്യവൽക്കരിക്കാമോ ആ നിലയിലേക്ക് പോകുന്ന രീതിയിലാണ് അവർ ചെന്നെത്തിയത്. ഇതല്ലാതെ മറ്റേതെങ്കിലും ഇപ്പോൾ സാധാരണ എക്സിറ്റ് പോളുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സഹായം വേണം. അത് സ്ഥാപനം സാധാരണഗതിയിൽ അക്കാഡമിക് സർവേയൊക്കെ ആണെങ്കിൽ അതിന് സർവകലാശാലയും അതും സർവകലാശാലകളെ പോലുള്ള അക്കാദമിക് തിങ്ക് ടാങ്ക്സും ഒക്കെയാണ് പിന്തുണയ്ക്കുന്നത്. ഇത് പക്ഷേ എക്സിറ്റ് പോളുകൾ അക്കാഡമിക് സർവേകളുടെ കയ്യിൽ നിന്ന് ഹിജാക്ക് ചെയ്യപ്പെട്ട് മാധ്യമങ്ങളുടെ കുത്തകയായി മാറി. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു വഴിക്കങ്ങ് പോവുകയും വലിയ രീതിയിലുള്ള പ്രൊജക്ഷൻസും എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടും വന്നിരിക്കുന്നു. അപ്പോൾ അതിന് വിരുദ്ധമായ ഒരു മാൻഡേറ്റ് വന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രത്തോളം വിമർശനത്തിന് വിധേയമായത്. ആ വിമർശനം ശക്തമായിട്ട് വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എക്സിറ്റ് പോളുകൾ റെസ്പോൺസിബിളായിട്ട് ചെയ്യണം എന്നുള്ളൊരു സന്ദേശം കൂടി ഈ സമയത്ത് കൊടുക്കേണ്ടതാണ്. ഏജൻസികൾ ചെയ്താലും മാധ്യമങ്ങൾ ചെയ്താലും ഇനിയിപ്പോൾ സർവകലാശാലകൾ ചെയ്താലും ആര് ചെയ്താലും അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ അക്കൗണ്ടബിലിറ്റിക്കകത്ത് നിന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഈ മാധ്യമങ്ങളെ തന്നെ, പ്രത്യേകിച്ച് മാധ്യമ സിൻഡിക്കേറ്റുകൾ, ഡൽഹിയിലുള്ള മാധ്യമ സിൻഡിക്കേറ്റുകൾ അവർ നടത്തിയ എക്സാജറേഷൻ 2 ദിവസം ചാനലുകാർക്ക് ഇഷ്ടം പോലെ ചർച്ച ചെയ്യാൻ അവസരം കിട്ടി. ആ ലെവലിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വന്നില്ല എന്ന് മാത്രമല്ല, ഘടകവിരുദ്ധമായി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഗവൺമെൻറ്റിന് ഇപ്പോഴും മാൻഡേറ്റ് ഉണ്ട്. അത് ഭൂരിപക്ഷം ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ. അത് BJPക്ക് മാൻഡേറ്റ് ഇല്ല, പക്ഷേ മുന്നണിക്കുണ്ട്. NDA എന്ന് പറയുന്ന മുന്നണിക്ക് മാൻഡേറ്റ് ഉണ്ട്. അത് നിൽക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷേ എക്സിറ്റ് പോളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ സമയത്ത് നമ്മൾ അങ്ങേയറ്റം ഇത്തരം എക്സിറ്റ് പോളുകളെ വിമർശിക്കുക തന്നെ വേണം. അതിനുള്ള ഒരു ചങ്കൂറ്റം പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകണം. ഇത് വെറും രാഷ്ട്രീയ പ്രക്രിയയെ വാണിജ്യവൽക്കരിക്കുന്ന ഗതികേടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശരി, മോദിക്കുള്ള യാത്രയെ പോയെന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ് MP അങ്ങേക്ക് തുടരാം. TDPയും JDUവും 2 ഊന്നുവടികളായി നിൽക്കുന്നു. പക്ഷേ അവരുടെ മനസ്സ് മോദിക്കൊപ്പമല്ല എന്നാണ് അങ്ങ് പറഞ്ഞു വന്നത്. അങ്ങേക്ക് തുടരാം. തീർച്ചയായിട്ടും എന്താ കാരണം എന്ന് വെച്ചാൽ BJPയുടെ വർഗീയ അജണ്ടയുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത 2 പാർട്ടികളാണ് JDUവും TDPയും. അതുകൊണ്ട് തന്നെ ഈ 2 പാർട്ടികളും BJP ഉപേക്ഷിച്ച് പ്രതിപക്ഷ സഖ്യത്തോടൊപ്പം ദീർഘകാലം നിന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം ഒരുപക്ഷെ എൻ്റെ സ്നേഹിതൻ കൃഷ്ണദാസിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ടായ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളാണ് മുമ്പോട്ട് വന്നത്. ഞാൻ പ്രധാനമായും ഊന്നുന്നത് ഉത്തർപ്രദേശാണ്. നിങ്ങൾ എത്രയോ ആൾക്കാരുടെ കബന്ധങ്ങളിൽ ചവിട്ടി പടുത്തുയർത്തിയ അയോധ്യ ക്ഷേത്രമിരിക്കുന്ന ഫൈസാബാദിൽ പോലും BJP അടിപതറിപ്പോയി. നിങ്ങളുടെ വർഗീയ അജണ്ടകളെ സാധാരണക്കാരായ ജനങ്ങൾ യഥാർത്ഥ അജണ്ട വെച്ച് തൊഴിലില്ലായ്മ, പട്ടിണി, അതുപോലെ തന്നെ ഗ്രാമീണ ദുരിതം, ഇതൊക്കെ വെച്ച് നിങ്ങളെ അവിടെ നിന്ന് തൂത്തെറിഞ്ഞു. എത്രത്തോളം പേശിബലവും പണാധിപത്യമാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചത്, EDയും CBIയും എല്ലാം. എന്നിട്ട് പോലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഭരിക്കാനുള്ള ധാർമ്മിക അധികാരം നഷ്ടപ്പെട്ടു എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഏവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അതായത് മോഡി എന്നുള്ള ഫാക്ടറിന് സ്വാഭാവികമായിട്ടും ആബ്സല്യൂട്ട് മജോറിറ്റിയിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ.
BJPയുടെ ഒരു ആധിപത്യമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മാത്രമേ മോഡിക്ക് പ്രസക്തിയുള്ളൂ. BJP മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ആശ്രയിച്ച് ഭരണം നടത്തേണ്ട ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ സ്വാഭാവികമായിട്ടും മോഡി ഫാക്ടർ പൊലിഞ്ഞു പോകും. അല്ലെങ്കിൽ മോഡിക്ക് ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മോഡിക്ക് പ്രധാനമന്ത്രി പദത്തിൽ ഏറാനുള്ള ധാർമ്മിക അധികാരം അവകാശമില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ 5 വർഷക്കാലം സ്വാഭാവികമായിട്ടും ഈ JDU TDP ഉൾപ്പെടെയുള്ള പാർട്ടികൾ പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾ തകർത്തെറിയുന്നതിനെ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടെങ്കിലും എതിർത്ത പാർട്ടികളാണ് ഈ 2 പാർട്ടികളും. JDU അതിൽ പൊറുതിമുട്ടിയാണ് ഇന്ത്യ ചേരിയിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നായ ഏകീകൃത സിവിൽ കോഡും അതുപോലെ ഡീലിമിറ്റേഷനും അതുപോലെ 1 നേഷൻ 1 ഇലക്ഷനൊക്കെ നിങ്ങൾ മുമ്പോട്ട് തള്ളുമ്പോൾ ഈ 2 പാർട്ടികൾ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. മാത്രമല്ല, ഇവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന രാഷ്ട്രീയ ഫെഡറൽ ശക്തികളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചേരിയിലുള്ളത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായിട്ട് NDA വിജയിച്ചെങ്കിലും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ധാർമ്മികപരമായിട്ടും വലിയ പരാജയമാണ് NDAക്കുണ്ടായത്. പക്ഷേ ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ രാഷ്ട്രീയം അങ്ങ് പറയുന്നത് പോലെ ഈ പ്രത്യയശാസ്ത്രത്തിൽ മാത്രം മുൻനിൽക്കുന്നതാകുമോ? സാധ്യതകളുടെ കലയും കൂടെയാണത്. അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിലേക്ക് JDUവും TDPയും വരാനുള്ള അനുകൂല സാഹചര്യങ്ങൾ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്ന്, നിതീഷിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പദമെന്ന് വെച്ചാൽ അതിൽ നിതീഷ് വീഴുന്നതിൽ തർക്കമൊന്നും വേണ്ട. രണ്ടാമതായി TDPക്ക് ആന്ധ്രയിൽ ഒറ്റയ്ക്ക് തന്നെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും നിയമസഭയിലേക്ക്, അല്ലേ? അപ്പോൾ അതിലും BJPയുടെ പിന്തുണ വേണ്ട. പിന്നെ സാധ്യമാകുന്ന ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രിയാകുക എന്ന് പറയുന്ന ആഗ്രഹമായിരിക്കണമെന്നില്ല ചന്ദ്രബാബു നായിഡുവിനുള്ളത്, ആന്ധ്ര മുഖ്യമന്ത്രി ആയിരിക്കുക. പിന്നെ പരമപ്രധാനം എന്താണ് TDPയുടെ ഒരു പ്രധാനപ്പെട്ട ഈ വിലപേശൽ എന്നതായിരിക്കും. 2004 ഓർക്കാം, DMKയുടെ മിക്കവാറും എല്ലാവർക്കും ക്യാബിനറ്റ് റാങ്ക് കൊടുത്തല്ലോ. അതുപോലെ TDPയുടെ എല്ലാവർക്കും ക്യാബിനറ്റ് റാങ്ക്. ചുരുക്കത്തിൽ നേരം പുലരുമ്പോൾ ഈ മോദിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സാധ്യതകൾ മുഴുവൻ അടയും എന്ന് കരുതാമോ? വേണു ഒരുപക്ഷെ വേണു പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യ ചേരിയിലെ കക്ഷികൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. എന്താ കാരണം വെച്ചാൽ BJPക്ക് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ 10 മടങ്ങ് ഇൻവെർട്ടർ കോമ സ്ഥാനങ്ങളും സ്ഥാപനങ്ങളും TDPക്കും JDUവിനും കൊടുക്കാൻ ഇന്ത്യ ചേരിക്ക് പറ്റും. അതിനുള്ള രാഷ്ട്രീയ പക്വതയും സംസ്കാരവും ഇന്ത്യ ചേരിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ BJPയെ മാറ്റി നിർത്തണമെങ്കിൽ എന്തു വില കൊടുക്കാനും പ്രാപ്തരായ രാഷ്ട്രീയ കക്ഷികളാണ് ഇന്ത്യ ചേരിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മാത്രവുമല്ല ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവരൊക്കെ നിൽക്കുമ്പോൾ BJP ഇവരെയൊക്കെ ചേർത്ത് നിർത്തുമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സഖ്യകക്ഷികളെ ഉണ്ടാക്കുകയും സഖ്യകക്ഷികളെ സംഹരിക്കുകയും ചെയ്യുന്ന BJP ആയിരുന്നില്ലേ? ഇപ്പോൾ ഇന്ന് അതിൻ്റെ ദുരനുഭവം അനുഭവിക്കുകയല്ലേ BJD, അല്ലേ? എന്ന് മാത്രവുമല്ല, ഈ പാണ്ഡ്യനുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോട് പോയി പറഞ്ഞത് എന്താണ്? ഒഡീഷയിൽ നിന്നുള്ള ഒരാൾ തന്നെയല്ലേ അവിടെ വേണ്ടത്, തമിഴ്നാട്ടിൽ നിന്നാണോ വേണ്ടത് എന്നാണ്. തമിഴ്നാട്ടിൽ പോയി പറയാൻ പറ്റുമോ ഇത്? അപ്പോൾ ഇത്തരം കാർഡുകൾ വരെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ BJDയെ അപ്രസക്തമാക്കുന്നു. JDU ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ്. ഈ മോദിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അവിടെ JDU ഇനി ഉണ്ടാകുമോ? അപ്പോൾ ഇത് TDPക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധ്യതകൾ കൂടുതൽ, ഇന്ത്യ ചേരിയിലേക്ക് എത്താനുള്ള സാധ്യതകളിലെ കൂടുതൽ. തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി YSRPയും അതുപോലെ തന്നെ BJDയെയും കരാറടിസ്ഥാനത്തിൽ വിലക്കെടുത്താണ് പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ അവർ പൂർത്തിയാക്കിയത്. പക്ഷെ തിരിച്ചെന്താണ് കൊടുത്തത്? അവരെ ഫിനിഷ് ഓഫ് ചെയ്യുകയാണ് അവർ ചെയ്തത്. യഥാർത്ഥത്തിൽ കേസുകളും മറ്റും എടുത്ത് ജഗനെ ഭിത്തിയിലേക്ക് തള്ളി പൊറുതിമുട്ടിച്ച് അവരുടെ പിന്തുണ ഫോഴ്സ്ഫുള്ളായി വാങ്ങിയിട്ടാണ് നിയമനിർമ്മാണങ്ങൾ നടത്തിയത്. ഈ 2 പാർട്ടികളും ഒരിക്കലും കംഫർട്ടബിൾ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയെ വിഴുങ്ങുക എന്നുള്ള സ്വഭാവമാണ് BJPക്കുള്ളതെന്ന് ഉദ്ധവ് താക്കറെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ കൃഷ്ണദാസ് പറഞ്ഞു ഒരുമിച്ച് മത്സരിച്ചവരല്ലേ എന്ന്. കൃഷ്ണദാസേ, മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ നിങ്ങളും കൂടി ഒരുമിച്ച് മത്സരിച്ചതല്ലേ? പിന്നീടല്ലേ ഉദ്ധവ് താക്കറെ നിങ്ങളെ വിട്ടെറിഞ്ഞു പോയത്? എന്താ കാരണം? ശിവസേനയുടെ പ്രാധാന്യം നിങ്ങൾ കൃത്യമായിട്ട് കവർന്നെടുത്ത് തുടങ്ങി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ TDPക്കും JDUവിനും
ജൈവപരമായിട്ട് നിലനിൽക്കാനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമുള്ളത് ഇന്ത്യ മുന്നണിയിലാണ്. ഒരു കാര്യം കൂടി വേണു ശ്രദ്ധിക്കണം, ഒരുപക്ഷെ ഈ വേളയിൽ ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. ഒരു കാര്യം, അതായത് ഇനി അഥവാ സാങ്കേതികമായി NDA അധികാരത്തിൽ വന്നാൽ തന്നെയും എനിക്ക് ഉറപ്പുണ്ട് സ്പീക്കർ സ്ഥാനം BJPക്ക് കിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ TDPയും JDUയും മത്സരിക്കും. എന്താ കാരണം? ഈ രണ്ട് പാർട്ടികളെയും പിളർത്തി മുറിച്ച് ഡിഫെക്ഷൻ നടത്തി മാനുഫാക്ചർ ചെയ്യുന്ന രീതി ഒഴിവാക്കണമെങ്കിൽ നിർണായകമായിട്ടുള്ള സ്പീക്കർ സ്ഥാനം BJPയുടെ കളത്തിന് പുറത്തായിരിക്കണമെന്ന് TDPയും JDUയും കൃത്യമായിട്ട് കണക്കുകൂട്ടും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചർച്ചകളിലൊന്നും വരാത്ത ഒരു ഘടകം അതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികളും ഭയപ്പാടോടെയായിരിക്കും BJP സമീപിക്കുന്നത്. മാത്രമല്ല, ഇവർക്കൊരിക്കലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നേതാവല്ല നരേന്ദ്രമോദി. ഒരുപക്ഷെ രാജ്നാഥ് സിംഗോ ഗഡ്കരിയോ മറ്റേതെങ്കിലും നേതാവോ സ്വാഭാവികമായിട്ടും ഇവർക്ക് കംഫർട്ടബിൾ ആകും. എന്താ കാരണം? ഒരു വാജ്പേയിയുടെ ഒരു പെഡിഗ്രി ഉള്ള ഒരു നേതാവാണെങ്കിൽ TDPക്കും JDUവിനും കുറച്ചുകൂടി കംഫർട്ടബിൾ ആകും. ശരി, ശ്രീ PK കൃഷ്ണദാസ്, ഇവിടെ വിവിധ വിമർശനങ്ങളാണ് അങ്ങയുടെ മറുപടി. ഏറ്റവും ഒടുവിൽ ഈ വാജ്പേയിയുടെ ഒരു പ്രഭാവവും കൂടെ പറയുകയുണ്ടായി ജോൺ ബ്രിട്ടാസ്. കോയിലീഷൻ ധർമ്മ എന്ന് വാജ്പേയി പറയുമായിരുന്നു. മോദിക്ക് തീരെ പരിചിതമല്ല അത്. ആദ്യമായി ജനാധിപത്യത്തിന്റെ സമ്മർദ്ദം അനുഭവിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം വരികയാണ്. അദ്ദേഹത്തെ അത് വീർപ്പുമുട്ടിക്കുകയാണ് ചെയ്യുക, അദ്ദേഹത്തെ വികസ്വരമാക്കുകയല്ല ചെയ്യുക. അല്ല, ഒരു കാര്യം, എൻ്റെ സുഹൃത്ത് CPM നേതാവ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, അത് ഏറ്റവും നല്ലത് ഈ TDPയെയും അതേപോലെ ജനതാദളിനെയും എങ്ങനെ കാലുമാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നല്ല സ്റ്റഡി ക്ലാസ്സാണ് അദ്ദേഹം എനിക്ക് നൽകിയത്. പക്ഷേ എനിക്കല്ല നൽകേണ്ടത്. അദ്ദേഹം നമ്മുടെ IND സഖ്യത്തിൻ്റെ യോഗത്തിൽ പോയിട്ട് മല്ലികാർജ്ജുന ഖാർഗെക്കും അതുപോലെ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കും നൽകുന്നതായിരിക്കും നന്നാവുക. പക്ഷേ ശ്രീ ബ്രിട്ടാസ് മനസ്സിലാക്കേണ്ടത്, ഈ JDUവും TDPയും ഞങ്ങളോടൊപ്പമാണ് കൂടുതൽ കാലം ഉണ്ടായത്. ജനതാദൾ U, അതായത് നിതീഷ് കുമാർ, കുറച്ച് സമയം മാത്രമേ മറുഭാഗത്ത് ഉണ്ടായിരുന്നിട്ടുള്ളൂ. മാത്രമല്ല, ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ NDA ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ നോക്കുക, IND സഖ്യം നോക്ക്, ബംഗാളിൽ എവിടെയാണ് IND സഖ്യം ഉണ്ടായിരുന്നു? മമതയും ഒരു ഭാഗത്ത്, CPM കോൺഗ്രസും മറുഭാഗത്ത്. പഞ്ചാബിൽ AAPയും കോൺഗ്രസും രണ്ട് തട്ടിലാണ് മത്സരിച്ച്. കേരളത്തിൽ CPMും കോൺഗ്രസും പരസ്യമായിട്ട് അണിയറയിൽ അവർ പരസ്പരം അന്തർധാര ഉണ്ടായിരുന്നു. പക്ഷേ അരങ്ങത്ത് രണ്ട് ചേരിയിലാണ് മത്സരിച്ചത്. ഇത്രയും ദുർബലമായിട്ടൊരു ഒരു പ്രതിപക്ഷ മുന്നണിയായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയുന്നു, ഇനി ഈ NDA സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിൽ ഈ 10-30 കക്ഷികളടങ്ങുന്ന IND സഖ്യം വീണ്ടും ദുർബലമാകും എന്ന് മാത്രമല്ല, ശ്രീമാൻ ജോൺ ബ്രിട്ടാസ്, അപ്പുറത്തിരിക്കുന്ന പല കക്ഷികളും ഈ രാജ്യത്തിന് മുൻഗണന കൊടുക്കുന്ന, അല്ലെങ്കിൽ രാജ്യ നന്മയ്ക്ക് മുൻഗണന കൊടുക്കുന്ന, നേഷൻ ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ചില ഘടകകക്ഷികൾ ഇനി ലോകസഭക്കകത്തോ പ്രതിപക്ഷത്തോ NDAക്ക് പിന്തുണ നൽകിയാൽ നിങ്ങൾ അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല, ശ്രീ നരേന്ദ്രമോദി നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുകയുണ്ടായല്ലോ. അല്ല, ഒരു സെക്കൻഡ്, നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടല്ലോ. നിതീഷ് കുമാർ വളരെ ശക്തമായി NDAക്കൊപ്പം നിന്നിട്ടുണ്ട്. അത് വാജ്പേയിയുടെ NDAക്കൊപ്പമാണ്. NDA ആദ്യഘട്ടത്തിൽ നിതീഷ് കുമാർ വിടുന്നത് എപ്പോഴാണ്? 2013-ൽ. ഒരു സെക്കൻഡ് അല്ല, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, എന്നിട്ട് അതിൽ വസ്തുതാപരമായ പിഴവുണ്ടെങ്കിൽ എനിക്ക് സ്വയം തിരുത്തുന്നതിൽ ഒരു മടിയുമില്ല. മോദിയെ പോലെയല്ല. 2013-ൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പോംവഴിയുമില്ലാതെ ഒരു സെക്കൻഡ്, മോദിയെ പോലെ വേണു സാധ്യമല്ല. അല്ല, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. വസ്തുതാപരമായ പിഴവുകൾ വരുമ്പോൾ തിരുത്തണോ വേണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് താരതമ്യം. മോദി ഇപ്പോൾ സംസാരിക്കുകയാണ്, അതിലേക്കൊന്ന് തത്സമയം പോകാം.